ഹലോ, ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം മൊട്ടേര അഹമ്മദാബാദിൽ ഞങ്ങൾ ഇന്ന് ചെന്നൈയും ഗുജറാത്തും തമ്മിലുള്ള IPL കളി കാണാൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ ചേച്ചിയും അളിയനും മോൻ്റെ കൂട്ടുകാരനും മോൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയാണ് മൊട്ടേര സ്റ്റേഡിയത്തിലെത്തുന്നത്. അവിടുത്തെ ഓരോ വിവരങ്ങൾ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ആദ്യം എത്തിയത് മെട്രോ സ്റ്റേഷൻ വഴിയാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് മൊട്ടേര സ്റ്റേഡിയം വരെ പോകുന്നത്. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ എക്സലേറ്റർ വഴിയാണ് മേളിലോട്ട് നമ്മുടെ ട്രെയിൻ എത്തുന്നത്. ബുള്ളറ്റ് ട്രെയിൻ അല്ല, നമ്മുടെ മെട്രോ എത്തുന്നത്. അതിന് വേണ്ടി നമ്മൾ കയറുകയാണ്. പക്ഷേ നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് എക്സലേറ്റർ. ചേച്ചി ഞങ്ങൾ എല്ലാവരുടെ എടുത്തുകൊണ്ട് എക്സലേറ്റർ കയറ്റി മേളിൽ എത്തിക്കുകയാണ്. അവിടെ ഭയങ്കര നല്ല വ്യൂസാണ്. അടുത്ത് അമ്പലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച്, ഒരുപാട് റഷാണെന്ന് പറഞ്ഞാണ് പ്രതീക്ഷിച്ച് വന്നത്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അത്ര റഷ് ഇല്ല. പിന്നെ ഞങ്ങളിവിടെ മേളിലെത്തി കഴിഞ്ഞാണ് അവിടെ നമ്മുടെ മൊട്ടേര സ്റ്റേഡിയത്തിൽ വേണ്ടി പോകാനുള്ള നമ്മൾ മെട്രോയുടെ അടുത്ത് വന്നിരിക്കുന്നു. ഇവിടുന്ന് ഒരു 10ാമത്തെ സ്റ്റേഷനിലാണ് നമ്മൾ മൊട്ടേര സ്റ്റേഡിയം എത്തുന്നത്. ഇപ്പം നമ്മുടെ മെട്രോ ട്രെയിൻ വന്നിരിക്കുകയാണ്. നമ്മളതിൽ കയറുകയാണ്. ഞങ്ങൾ അകത്തൊത്തിരി റഷാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10 സ്റ്റേഷൻ എൻ്റെ ഇടയ്ക്കുണ്ട്. ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അവിടെ റഷൊന്നുമില്ല. എല്ലാവർക്കും സീറ്റ് കിട്ടി. ഞങ്ങൾ ബോംബെയിലും ഒക്കെ മെട്രോയിൽ പോയിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഫസ്റ്റ് ടൈമാണ്. നല്ല ക്ലീനും നല്ല ട്രെയിനായിരുന്നു, നല്ല മെട്രോ ആയിരുന്നു. അതായത് സെക്കൻഡ് നമ്മുടെ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചു. പക്ഷെ അവിടും അത്ര റഷില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കണ്ടിരുന്ന് അഹമ്മദാബാദിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ഗുജറാത്ത് ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഗുജറാത്ത് ലാർജസ്റ്റ് ഡെവലപ്പിംഗ് സ്റ്റേറ്റിലൊരെണ്ണം ആണ്. എന്നിട്ട് വരും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഇവിടുന്ന് ഇതിൻ്റെ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഇടയ്ക്കൂടി ഇങ്ങനെ പോകാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കഴിഞ്ഞ് അടുത്ത തേർഡ് സ്റ്റേഷനിൽ ഒരു ഭയങ്കര റഷായിരുന്നു. ഞങ്ങൾക്ക് ഒരു ശ്വാസം വിടാൻ പോലും പറ്റാത്ത അത്ര റഷ്. ഞങ്ങൾ പ്രതീക്ഷിച്ച് റഷ് ഇവിടെ തൊട്ടാണ് കേട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് ലാസ്റ്റ് മൊട്ടേര സ്റ്റേഡിയം വരെ ഇവിടെ റഷായിരുന്നു. എല്ലാവരും അകത്ത് ധോനി എന്നുള്ള ആർപ്പുവിളിയായിരുന്നു. പിന്നെ ഇറങ്ങി. ഞങ്ങളാണ് ലാസ്റ്റിൽ ഇറങ്ങിയത്. ഞങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും സന്തോഷമായിട്ട് ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഭയങ്കര റഷായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേഡിയമും അവിടുത്തെ പരിസരങ്ങളും എല്ലാം ധോനി ഞങ്ങൾ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളോർത്തു ഇവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദ് സ്റ്റേഷനിൽ വരുമ്പോൾ എല്ലാവരും അഹമ്മദാബാദിൻ്റെ ഫാൻസ് ആയിരിക്കും കൂടുതലും. പക്ഷേ ഇവിടെ എല്ലാവരും ചെന്നൈയുടെ ഫാൻസാണ്. ഗുജറാത്തുകാർ തന്നെ എല്ലാവരും ചെന്നൈയുടെ ഫാൻസാണ്. ഇവിടെ ടീഷർട്ട്സുകൾ വിൽക്കുകയാണ്. ധോനിയുടെ 175 റുപ്പീസിൻ്റെയാണ് ഒരു ടീഷർട്ട്. ഞങ്ങളെല്ലാം ടീഷർട്ടും ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 400 മീറ്റർ ദൂരമേ ഉള്ളൂ. സ്റ്റേഡിയത്തിന് അടുത്താണ്. നമുക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും എവിടെ നോക്കിയാലും യെല്ലോ എല്ലാവരും ധോനിയുടെ ടീഷർട്ടൊക്കെ ആണ് വിയർ ചെയ്തത്. ഞങ്ങളും എല്ലാം ടീഷർട്ടൊക്കെ ഇട്ടു. ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. അവിടെ എത്തുന്നവരും അവിടെയാണ് GCA, ദാറ്റ് ഈസ് ഗുജറാത്ത് ക്രിക്കറ്റ് ക്ലബ് അസോസിയേഷൻ ആണ്. അവിടെ BCCIയുടെ ആണ്. ഗുജറാത്ത് ക്ലബ്
एसोसिएशन BCCI. ഇവിടുന്ന് അടുത്ത് തന്നെ നമുക്ക് സ്റ്റേഡിയം കണ്ടു തുടങ്ങി. ഭയങ്കര എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഗുജറാത്തിൻ്റെ അല്ല, ഇത് വേൾഡിൻ്റെ തന്നെ ലാർജസ്റ്റ് സ്റ്റേഡിയമാണ്. ഇവിടുത്തെ കപ്പാസിറ്റി 1,32,000 പേർക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റിയാണ്. അത്ര വലിയ കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയം ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ്. ഇവിടെ വലിയ വലിയ ഉണ്ടോ, എല്ലാ ഗുജറാത്തിൻ്റെ സ്പോർട്സ്മെൻസിൻ്റെ എല്ലാം ബാനേഴ്സുകൾ ഒട്ടിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓർത്തിരിക്കുന്ന 1,30,000 പേര് ഇവിടെ ഭയങ്കര തെരലായിരിക്കും, റഷായിരിക്കും, ഇവിടെ കയറി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എല്ലാം ഭയങ്കര അറേഞ്ച്മെൻ്റ് ആയിരുന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. കണ്ടോ, പുറത്ത് രക്ഷയില്ല. പക്ഷെ അകത്ത് ഫുൾ ഓഫ് പാക്ക് ആൾക്കാരാണ്. ഇവിടുന്ന് എല്ലാം ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ധോനിയുടെ ചിലപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ധോനി പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങിയതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം ധോനിയെ കാണാൻ വേണ്ടി അകത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 5:30 സമയമായിരിക്കുന്നു. ഒരു 2 മണിക്കൂറുണ്ട്. ഞങ്ങളിവിടെ എല്ലാം വന്ന് കണ്ട് ഭയങ്കര ചൂടാണ് ഇപ്പം. 5:30 ആയിട്ട് അഹമ്മദാബാദിൽ എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് ഭയങ്കര ഹോട്ടസ്റ്റ് സിറ്റിയാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇതാണ് കണ്ടോ മോട്ടേര സ്റ്റേഡിയം. ഭയങ്കര ഹ്യൂജാണ് സ്റ്റേഡിയം. അതുപോലെ തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറാണിത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഏകദേശം എല്ലാം ഇവിടെ നമ്മൾ എളുപ്പം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഭയങ്കര സൗണ്ടാണ്. ഭയങ്കര സൗണ്ട്. ഇപ്പോൾ ഒക്യുപ്പൻസി 2 മണിക്കൂറൂടെ ഉണ്ട്. ഇപ്പോൾ 5:30 ആയതേ ഉള്ളൂ. ഞാൻ അവൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ടിക്കറ്റായിപ്പോയി. അവർ ചേച്ചിയൊക്കെ വേറെ അടുത്തായിപ്പോയി, ഞാൻ മാത്രം വേറെ ഇടത്തായിപ്പോയി. എന്നാലും ഫുൾ ഓക്യുപ്പൻസി. ഇതിൻ്റെ ഏകദേശം 1 മണിക്കൂറോടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വരും. കണ്ടോ, എവിടെ നോക്കിയാലും യെല്ലോ ടീഷർട്ടാണ്. എല്ലാവരും ഗുജറാത്ത് സപ്പോർട്ടറാണ്. സോറി, നമ്മുടെ ചെന്നൈ സപ്പോർട്ടറാണ്. ധോനിയെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മുടെ പവലിയൻ പോകുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ധോനിയെ അടുത്ത് കാണാനുള്ള രീതിയിലാണ്. പ്രാക്ടീസ് സെക്ഷനാണ്. പ്രാക്ടീസ് സെക്ഷന് വേണ്ടി എല്ലാവരും വെളിയിൽ ഇറങ്ങുകയാണ്. അങ്ങനെ ധോനി ഇപ്പം വെളിയിൽ ഇറങ്ങുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. ധോനി ഇറങ്ങിയില്ല. ധോനിയുടെ വെയിറ്റ് ചെയ്യുകയാണ്. ധോനി ഇപ്പോൾ ഇറങ്ങി. ധോനി ഇറങ്ങി കണ്ടോ, സ്ക്രീനിൽ കാണാൻ പറ്റും ധോനി ഇറങ്ങി നടക്കുന്നത്. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ധോനിയെ ഇനി നമ്മൾ മേ ബി ലാസ്റ്റ് IPL ആയിരിക്കും ധോനിയുടെ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ധോനിയെ നമുക്ക് ഒരിക്കലും കളിക്കുന്നതായിട്ട് കാണാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം ധോനിയെ കാണാൻ വേണ്ടി തന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഭയങ്കര നല്ല പ്രതീക്ഷയാണ്. നല്ല ധോനിക്ക് കൂടുതൽ ബാറ്റിങ് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ധോനി ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുകയാണ്, വാമപ്പ് ചെയ്യുകയാണ്. ഞങ്ങളത് ശുഭം ഗില്ലും വളരെ ദൂരെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവിടെ ഗുജറാത്ത് സെക്ഷനിൽ. ഭയങ്കര നല്ല ഉണ്ടോ, കളി തുടങ്ങാനാണ്. ചെന്നൈ സ്റ്റേഡിയത്തിൽ ഫീൽഡിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. ശുഭം ഗില്ലും സുദർശനും ബാറ്റിംഗ് വേണ്ടി ഇറങ്ങുകയാണ്. ഒരു നല്ല പോരാട്ടം ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഞങ്ങൾ ചെന്നൈയുടെ ഫാൻസാണ്. പക്ഷേ ഞങ്ങൾ ഗുജറാത്ത് ജയിച്ചാലും ചെന്നൈ ജയിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അത് നല്ല കളി കാണാൻ പറ്റണമെന്നുള്ള പ്രാർത്ഥനയാണ്. സുദർശനും ശുഭം ഗില്ലോട് ഭയങ്കര ക്രിക്കറ്റാണ്. ഭയങ്കര നല്ല അടിപൊളി ക്രിക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 പേരുടെയും സെഞ്ചുറികൾ കഴിഞ്ഞു. ഇവിടെ 6ഉം 4ഉം തമ്മിൽ എപ്പോഴും പോവുകയാണ്. അവിടെ എല്ലാം പടക്കങ്ങളും നല്ല ഭയങ്കര എനർജറ്റിക്കാണ് പീപ്പിൾസ്. ഇവിടുത്തെ മനുഷ്യരെല്ലാം എല്ലാ 4നും 6നും എല്ലാം എല്ലാവരും എക്സൈറ്റഡായി 2 പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെന്നൈയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു അടിപൊളി കളി കാണാൻ ഞങ്ങൾക്ക് പറ്റി.
സുദർശൻ്റെ അടിപൊളി ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ശുഭം ഗില്ലിൻ്റെയും. ഇവിടെ എല്ലാം സ്റ്റേഡിയത്തിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. വെള്ളം മിനറൽ വാട്ടറിന് 100 റുപ്പീസാണ്. ഇതോടെ ധോനി ബാറ്റിംഗ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ധോനി ധോനി ധോനി. എൻ്റെ സൗണ്ട് പോലും കേൾക്കുന്നില്ല, ചെവി ഒട്ടിപ്പോകുന്ന അത്രയ്ക്ക് സൗണ്ടാണ്. 4 വശം എല്ലാവരും ക്യാമറാസ് വെച്ച് ധോനിയെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. 2 ഓവർ ബാക്കിയുണ്ട്. ധോനിയുടെ ബാറ്റിംഗ് നമുക്ക് കൂടുതൽ നേരം ബാറ്റ് ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടിയത് തന്നെ വളരെയധികം ഭാഗ്യമാണ്. ധോനി ഇവിടെ 3 സിക്സ് അടിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ധോനിയുടെ സിക്സുകളും കാണാൻ പറ്റി. ശുഭം ഗില്ലിൻ്റെയും സുദർശൻ്റെ സെഞ്ചുറി കാണാൻ പറ്റി. ഒരടിപൊളി കളിയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം ധോനി ജയിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഒരു പയ്യൻ ഇടയ്ക്ക് കയറി വന്ന് ധോനിയുടെ കാലിൽ വീണ്. ഇത്രയ്ക്ക് ക്രേസാണ് ധോനിയുടെ. ഇതോടെ ചെന്നൈ തോറ്റുപോയി. ഗുജറാത്താണ് ജയിച്ചത്. 38 റണ്ണിന് ജയിച്ചു. പക്ഷേ നമുക്കൊരു അടിപൊളി കളി കാണാൻ പറ്റി. ജയിച്ചു തോൽവി അല്ല, നമുക്ക് അടിപൊളി IPL കളി കാണാൻ പറ്റിയതുകൊണ്ട് വളരെയധികം സന്തോഷം. 2 സെഞ്ചുറികൾ കാണാൻ പറ്റി. അതേപോലെ ധോനിയുടെ അടിപൊളി ബാറ്റിങ്ങും 3 സിക്സറും ഞങ്ങൾക്ക് റിയലായിട്ട് കാണാൻ, ശരിക്കും നേരായിട്ട് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇനി ധോനിയെ അടുത്ത IPL കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ നമുക്കൊരു നല്ലൊരു പബ്ലിക്കും നല്ലൊരു 1,30,000 പേരോ ഉള്ള ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തന്നെ, ഈ ഗ്രൗണ്ട് നരേന്ദ്രമോദി സ്റ്റേഡിയം തന്നെ കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. തിരിച്ചു പോവുകയാണ്. ജനസാഗരമാണ്. ഒരു 1,30,000 പേര് ഒന്നിച്ച് പോവുക എന്ന് പറഞ്ഞ് യെല്ലോ ടീഷർട്ട് എല്ലാം മഞ്ഞ ഇട്ട് എല്ലായിടത്തും ധോനി ധോനി ധോനി. ധോനി തോറ്റുപോയി, ചെന്നൈ തോറ്റുപോയി. എന്നിട്ടും എല്ലാവരും ധോനിയുടെ കാണാൻ തന്നെ ഭയങ്കര അതിശയം. ഞങ്ങൾ തിരിച്ച് വന്നു. വളരെ അടുത്ത വീഡിയോ ഇടുമ്പം എല്ലാവരും കാണുക പ്ലീസ്.